പുതിയ കഥ തുടങ്ങുന്നു. ഒരിടത്ത് മഹാനായ ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് ധൈര്യവാനും ബലവാനുമായ ഒരു വില്ലാളിയും ഉണ്ടായിരുന്നു. വില്ലാളിക്ക് കരുത്തനും അതിവേഗത്തിൽ പായുന്നവനുമായ ഒരു കുതിരയും ഉണ്ട്. ഒരിക്കൽ വില്ലാളി കുതിരപ്പുറത്ത് കയറി വേട്ടക്കായി കാട്ടിലേക്ക് പോയി. കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു തീപ്പക്ഷിയുടെ വെട്ടിത്തിളങ്ങുന്ന തൂവൽ കിടക്കുന്നത് അയാൾ കണ്ടു. വില്ലാളി തൂവൽ എടുക്കാൻ ഒരുങ്ങുന്നത് കണ്ട കുതിര അയാളെ തടഞ്ഞു. "ഈ തൂവൽ നമുക്ക് വേണ്ട, ഇതെടുത്താൽ നിർഭാഗ്യം പിന്നാലെയെത്തും," കുതിര മുന്നറിയിപ്പ് നൽകി. എന്നാൽ വില്ലാളി ചിന്തിച്ചത് മറ്റൊരു വിധത്തിലായിരുന്നു. "ഈ തൂവൽ രാജാവിന് സമർപ്പിച്ചാൽ എനിക്ക് ധാരാളം സമ്മാനങ്ങൾ അദ്ദേഹം നൽകും." കുതിരയുടെ വാക്ക് അവഗണിച്ചു അയാൾ തൂവൽ രാജാവിന് സമർപ്പിച്ചു. സമ്മാനം പ്രതീക്ഷിച്ചു നിന്ന അയാളെ നിരാശപ്പെടുത്തിക്കൊണ്ട് രാജാവിൻ്റെ ശബ്ദം ഉയർന്നു. "ഒരു തൂവാലിന് ഇത്ര തിളക്കമാണെങ്കിൽ ആ പക്ഷിക്ക് എന്തൊരു തേജസ്സായിരിക്കും! നീ എനിക്ക് ആ പക്ഷിയെ പിടിച്ചു തരണം. ഒപ്പം പക്ഷിയെ കൊണ്ടുവന്നില്ലെങ്കിൽ കഠിന ശിക്ഷയാണ് കാത്തിരിക്കുന്നതെന്നും രാജാവ് വില്ലാളിയെ ഓർമ്മിപ്പിച്ചു. അയാൾ തകർന്ന മനസ്സോടെ കുതിരയുടെ അടുത്തെത്തി വിവരമെല്ലാം പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് കുതിര പറഞ്ഞു, "ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത് കുഴപ്പമാകുമെന്ന്. ഇനി എന്തു ചെയ്യാനാവും എന്ന് നമുക്ക് നോക്കാം." കുതിരയുടെ ആശ്വാസവാക്കുകൾ വില്ലാളിക്ക് ധൈര്യം നൽകി. കുതിര തുടർന്നു, "നിങ്ങൾ രാജാവിൻ്റെ അടുത്ത് ചെന്ന് 100 ചാക്ക് ചോളം ആവശ്യപ്പെടണം. വയലുകളിൽ വിതറാനാണെന്നും പറയണം." കുതിരയുടെ വാക്ക് കേട്ട് വില്ലാളി രാജാവിൻ്റെ അടുത്ത് ചെന്നു തൻ്റെ ആവശ്യം അറിയിച്ചു. വേണ്ട ധാന്യം അയാൾക്ക് നൽകാൻ രാജാവ് ഉത്തരവിട്ടു. അയാൾ ധാന്യമണികൾ തൂവൽ ലഭിച്ച വയലിൽ കൊണ്ടുപോയി വിതറി. എന്നിട്ട് കുറ്റിക്കാടുകൾക്ക് പിറകിൽ കുതിരയുമായി ഒളിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ വലിയ കൊടുങ്കാറ്റ് അടിക്കുവാൻ തുടങ്ങി. വൃക്ഷങ്ങളെല്ലാം ഇളകിയാടി. പെട്ടെന്ന് ആകാശത്തുനിന്നും സുന്ദരനായ തീപ്പക്ഷി വയലിലേക്ക് താഴ്ന്നിറങ്ങി ധാന്യങ്ങൾ കൊത്തിത്തിന്നുവാൻ തുടങ്ങി. ധാന്യങ്ങൾ കൊത്തിപ്പെറുക്കുന്നതിൽ ശ്രദ്ധിച്ചിരുന്ന തീപ്പക്ഷി അറിയാതെ കുതിര വേഗം പതുങ്ങിച്ചെന്ന് അതിൻ്റെ ഒരു ചിറക് പിടിച്ചു വലിച്ചു. പെട്ടെന്ന് വില്ലാളി ഓടി വന്ന് ഒരു കയറുകൊണ്ട് തീപ്പക്ഷിയെ ചുറ്റിക്കെട്ടി പിടിച്ചു കൊണ്ടുപോയി രാജാവിന് മുമ്പിൽ സമർപ്പിച്ചു. രാജാവിന് സന്തോഷമായി. അദ്ദേഹം വില്ലാളിക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി. എന്നാൽ രാജാവ് വീണ്ടും വീണ്ടും അത്യാഗ്രഹിയായി മാറുകയായിരുന്നു. അയാൾ വില്ലാളിക്ക് പുതിയ ജോലി നൽകി.